നമ്മളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ വിശകലനമാണ്. അതിനു വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട ജാഫർ അലി മൊയ്നിയെ ക്ഷണിക്കുകയാണ്. ഒന്നുകൂടി ഉണർത്തട്ടെ, ഭക്ഷണം ഇവിടെ റെഡിയാണ്. അല്പം വിശന്നാലും നിങ്ങൾക്ക് നല്ലൊരു ബിരിയാണി കഴിക്കുക, ബേജാറാണ്ട. നല്ലൊരു ബിരിയാണിയും കഴിച്ചപ്പെടുന്ന പോവാം. കേരള ബാക്കവി മജ്‌ലിസുൽ ഉലമ മോശക്കാരല്ല. അതിവിടുത്തെ പഴയ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്ന വലിയ പണ്ഡിതന്മാരുടെ ഒരു ഒരു സംഘടനയാണ്. നിങ്ങൾക്കറിയോ, വന്നിരായ ശംസുൽ ഉലമയും അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ AP അബൂബക്കർ മുസ്ലിയാരും ഉള്ളാളം തങ്ങളും ഒക്കെ പഠിച്ചത് ബാക്കിയാവ് സാലിയാത്തിൽ നിന്നാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണത്. അപ്പം അതുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ സന്തതികളാണ് കേരള ബാക്കവി മജ്‌ലിസുൽ ഉലമ എന്ന് പറയുന്നത്. അവരാണ് ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാതെ പറഞ്ഞേക്കൂല. ഏതായാലും 2 മണിക്ക് കറക്റ്റിന് എന്ന് വിചാരിച്ചത് 2:30 മണി നമ്മൾ നീട്ടി. കാരണം ജാഫർ അലി മൊയ്നിൻ്റെ പ്രസംഗം നന്നായിട്ടൊന്ന് കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ. കാരണം വഹാബികളെ പറ്റി ശരിക്കും പഠിക്കേണ്ടേ നമ്മൾ. അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് അവതരിപ്പിക്കാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. അതാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ആദരണീയരായ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ ഉലമാക്കളെ, നേതാക്കളെ, 2 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അത് 2:30 വരെ നീട്ടിയിട്ടുണ്ട് എന്ന് ഇതിൻ്റെ കാര്യദർശി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഓൺലൈനിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. എന്നാലും ഇവിടെ ഓഫ്ലൈനിലായി വന്നിട്ടുള്ള ആളുകൾ സമയം വളരെ വൈകി എന്നുള്ളത് അവരുടെ മുഖത്ത് നോക്കിയാൽ ശരിക്കും ബോധ്യപ്പെടും. അതുകൊണ്ട് കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഈ സുന്നി കൂട്ടായ്മക്ക്, കേരള ബാക്കവി മജ്‌ലിസുൽ ഉലമ നടത്തിയിട്ടുള്ള ഈ കൂട്ടായ്മക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ആമുഖമായി അറിയിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൂട്ടായ്മകളിൽ വലിയൊരു പുതുമ തോന്നുന്നില്ല. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന മഞ്ചേരി ദാറുസുന്നയിൽ 2 ആഴ്ചയിലൊരിക്കൽ ഒരു കോഴ്സ്, അതിൻ്റെ എല്ലാമായ ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. എല്ലാ സംഘടനകളിലും പെട്ട, ഒരു സംഘടനയിലും പ്രവർത്തിക്കാത്ത എല്ലാ ബിരുദധാരികളും തോളോട് തോളുരുമ്മി ചേർന്നിരുന്ന് പഠിക്കുന്ന ആ സുന്ദരമായ കാഴ്ച 2 ആഴ്ചയിലൊരിക്കൽ ഞങ്ങളെല്ലാവരും മനം നിറഞ്ഞ് കാണാറുണ്ട്. ഞാൻ ബിരുദമെടുത്ത വണ്ടൂർ ജാമിയ വഹബിയയിൽ അതിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു സെഷൻ, കേരളത്തിൽ 50 വർഷം ദർസ് നടത്തിയിട്ടുള്ള പ്രഗത്ഭരായ സംഘടനാ വ്യത്യാസമില്ലാത്ത എല്ലാ മുദരിസുമാരെയും ആദരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എല്ലാ വിഭാഗം ആളുകളും അതിൽ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിലുള്ള നടന്നിട്ടുള്ള, ഇനി നടക്കാനുള്ള എല്ലാവിധ ഐക്യ കൂട്ടായ്മ ശ്രമങ്ങളും അല്ലാഹു തആല കബൂലാക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ആമുഖം നീട്ടിക്കൊണ്ടു പോവുകയല്ല. ഇവിടെ 2 വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനം, ചില ആളുകൾ വഹാബി പ്രസ്ഥാനം എന്ന് പരിചയപ്പെടുത്തിയ ആ വിഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ രേഖകളോ പുസ്തകങ്ങളോ ഒന്നും കൂടുതലായി, വേണമെങ്കിൽ ഫോണിൽ ചിലതെല്ലാം ഉണ്ട്, അതൊന്നും എടുക്കുന്നില്ല. എടുക്കാതിരിക്കുവാനുള്ള ഒരു കാരണം, ഈ പരിപാടി കഴിഞ്ഞ് ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് അതവർ പിൻവലിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ വിഭാഗത്തിലല്ല ഞാൻ കൂറുമാറിയിട്ടുണ്ടായിരിക്കും. പൊട്ടിപ്പിളർന്ന് ആരെല്ലാം ഏതെല്ലാം സംഘടനയിലാണ്
അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്, വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മാത്രമല്ല അവർക്ക് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ആ ഒരു ആൾക്കൂട്ടം ഇന്ന് അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെല്ലാം വിഭാഗം, ഏതെല്ലാം വാദക്കാര കൂട്ടത്തിലുണ്ടോ അവർക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന, അവരൊക്കെയും സമ്മതിക്കുന്ന ഏതാനും ചില അടിസ്ഥാന തത്വങ്ങൾ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ വിവിധ ബിദ്അത്ത് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ സാധാരണക്കാരായി നാം ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം ആയത്തുകളും ഹദീസുകളുമാണ് അവർ ഓതുന്നതും പാരായണം ചെയ്യുന്നതും പറയുന്നതുമെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശുദ്ധമായ ഈമാനും ഇസ്ലാമും ഇഹ്സാനും കൈമാറി തന്ന നമ്മുടെ മഹത്തുക്കളായ കേരളത്തിലെ പൊന്നാനി പണ്ഡിതന്മാർ അവർ കൃത്യമായി നമ്മുടെ റൂട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആദ്യ തലമുറയുടെയും വിശ്വാസങ്ങൾ എന്തൊക്കെയാണോ അത് അപ്പടി ഈ 14 പിന്നിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് സുന്ദരമായി കൈമാറി തന്നിട്ടുണ്ട് നമ്മുടെ പൊന്നാനിയിലെ ഉലമാക്കൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. ഏതാണ് ശരിയായ വഴി എന്ന് ചോദിച്ചാൽ നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികളായ ആളുകൾ സഞ്ചരിച്ച വഴി എന്താണോ അത് തന്നെയാണ് വഴി. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ കർമ്മപരമായി 4 ഒരു മദ്ഹബോ വിശ്വാസപരമായി 2 ഒരു ത്വരീഖത്തോ ഏതെല്ലാം ആളുകൾ അംഗീകരിക്കുന്നോ അവരൊക്കെയും ഏത് പേരിൽ അറിയപ്പെട്ടാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതിന് വിരുദ്ധമായി ഏതെല്ലാം പേരുകളിൽ ഏതെല്ലാം പാർട്ടികളായി ആളുകൾ വരുന്നുണ്ടോ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എത്ര വലിയ തസ്ബീഹുമാലയുമായിട്ടോ അല്ലെങ്കിൽ താടിയുമായിട്ടോ തലപ്പാവുമായിട്ടോ വാദങ്ങളുമായിട്ടോ ഏത് വിഷയവുമായി അവർ വന്നാലും ശരി, അവരൊക്കെയും പിഴച്ചതാണ്, പേരിലാണ് എന്നുള്ളത് തീർത്തു പറയാൻ നമുക്ക് സാധിക്കും. വിവിധ പേരുകളിലാണ് ഇതെന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മുജാഹിദുകൾ തന്നെ ആ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ 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 എങ്ങനെയായി അസരിയത്ത്, മൻഹജു സലഫ്, മൻഹജു അഹ്മദ്, സലഫിയത്ത് തുടങ്ങി വിവിധ പേരുകളിലാണ് ഇന്ത്യയിലും കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയെല്ലാം ഈ ടീമുണ്ടോ, ഈ ആശയമുണ്ടോ അവർ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് വ്യക്തമായി പറയുവാൻ സാധിക്കും, ഈ വിഭാഗങ്ങളെല്ലാം അടിസ്ഥാനപരമായി ചെന്നുമുട്ടുന്നത് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തൈമിയ എന്ന് പറയുന്ന ആ ഡമാസ്കസ് പണ്ഡിതനിലേക്കാണ്. അദ്ദേഹം അന്ന് ആദ്യമായി ഈ സമൂഹത്തിൽ ഉയർത്തിവിട്ടിട്ടുള്ള എന്തെല്ലാം പേച്ചവാദങ്ങളുണ്ടോ അതുമാത്രമാണ് ഹിജറ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും ഇവിടെ പുറത്തിട്ടിട്ടുള്ളത്. ഈ 2 ആളുകളും ഇവിടെ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ കേരളത്തിലെ വഹാബികളും മുജാഹിദുകളും അതിലേക്ക് ഈജിപ്തുകാരായ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദുല്ല തുടങ്ങിയിട്ടുള്ള ഈ ത്രിമൂർത്തികളുടെ കടുത്ത വാദങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് കേരളത്തിലെ വഹാബിസം മുജാഹിദ് പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നത്. അതോടൊപ്പം ഇവിടെ നേരത്തെ ഡോക്ടർ സാഹിബ് പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ ഇമാമുകളെ, മുൻഗാമികളെ മാറ്റിവെച്ചിട്ടുള്ള തഖ്ലീദ് നിരാസം, മദ്ഹബ് നിരാസം എന്ന അടിസ്ഥാന പ്രശ്നവും അമൃത്സറുകാരനായ സനാഉള്ള എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്ന് കടം കൊണ്ട് സ്വീകരിച്ച ഒരു പല തത്വങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു ടീമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനമെന്നോ വഹാബി പ്രസ്ഥാനമെന്നോ ഏത് പേരിൽ അറിയപ്പെട്ടാലും അവരൊക്കെയും ഇന്ന് നിലനിൽക്കുന്നത്. എന്താണ് അവരുടെ എല്ലാം അടിസ്ഥാന പ്രശ്നം? വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് നമുക്ക് പറയാം. ഈ പ്രസ്ഥാനങ്ങളും ഈ ടീമുകളും പാർട്ടികളുമെല്ലാം ഇവിടെ വരുമ്പോൾ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും, ഇതിനെതിരെ ഇന്ന് അവര് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഞങ്ങളാണ് എന്ന് പറയുന്ന അവര് അതിന് മറുവശമായി ഉന്നയിക്കുന്നത് അശ്അരി ത്വരീഖത്തിനെയാണ്. അശ്അരി ത്വരീഖത്തിന് ഇമാം അശ്അരി തങ്ങളുടെയും അബൂ മൻസൂറിൽ മാതുരിദി റളിയല്ലാഹു അൻഹു ഇവരുടെ 2 ത്വരീഖത്തുകളാണല്ലോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പിൽഗ്രാമികളായ ആളുകൾക്ക് വള്ളി പൊള്ളി മാറ്റമില്ലാതെ എത്തിച്ചേരാൻ പരിശ്രമിച്ചത്. ആ അശ്അരി ത്വരീഖത്ത് പിഴച്ച ത്വരീഖത്താണ് എന്ന് പറയുന്ന, പിഴവിന്മേലാണ് എന്ന് പറയുന്ന ഒരു വൻ കൊണ്ടുപിടിച്ച ശ്രമം ഇന്ന് നടക്കുന്നുണ്ട്. പഴയതുപോലെയല്ല. കവലകളിലും റോഡ് സൈഡുകളുമുള്ളതായ പ്രസംഗങ്ങൾ ഒരു മിക്ക സ്ഥലങ്ങളിലും അവസാനിച്ചു. മിക്ക എന്ന് പറയേണ്ട, അത് പൂർണ്ണമായും അവസാനിച്ച മട്ടാണ്. കുഫ്രാരോപണവും ശിർക്കാരോപണവും പരസ്പരമുള്ള തെറികളും ഇന്ന് നിലച്ചുപോയി.
റോഡ് സൈഡുകളും കവറുകളിലും അത് വല്ലാതെ കേൾക്കുന്നില്ല, എന്നാലും ഉണ്ട്. പക്ഷേ നമ്മളറിയാതെ ഇതിൻ്റെ ഉള്ളിൽ വളരെ ഗൂഢമായ ശ്രമങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പാരമ്പര്യ വിശ്വാസത്തെ തകർക്കുവാൻ ഈ ആശയമുള്ള എല്ലാ ആളുകളും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിരവധി കിതാബുകളിൽ പലതും കടത്തിക്കൂട്ടി, നിരവധി കിതാബുകൾ ഇല്ലാത്ത ഇമാമയുടെ പേരിൽ എഴുതിക്കൂട്ടി, അതിൻ്റെ ഉള്ളിൽ നിരവധി തരികടകൾ. ഇൻഷാ അല്ലാഹ് ഏതാനും സാമ്പിളുകൾ നമുക്ക് പറയാം. വൻ ഗൂഢമായ ശ്രമം. അതോടൊപ്പം അശ്അരി ത്വരീഖത്തിലെ തങ്ങളുടെ തിരുനാവിലൂടെ, നുബുവത്തിന്റെ നാവിലൂടെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരാളുടെ പിൻഗാമിയായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മഹത്തുക്കളായ ഇമാമുകൾ നമ്മെ ബോധീകരിച്ചിട്ടുണ്ട്. അത് കള്ളക്കഥയാണെന്നും തീർത്തും ആരോപണമാണ് എന്നും അവർ പറഞ്ഞു നടക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ഇമാമുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഈ വഹാബി പ്രസ്ഥാനം എന്തൊക്കെയാണ് പ്രധാനമായും ഇവിടെ, ഏതു പേരിലാവട്ടെ അവർ ഇവിടെ ഇന്ന് ജനങ്ങളെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രധാനമായും ഒന്ന് തഖ്സീമു തൗഹീദ്, തൗഹീദ് വിഭജനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുൻഗാമികളും പഠിപ്പിച്ചിട്ടുള്ള ആ തൗഹീദ് പൂർണ്ണമായും മാറ്റിയിട്ട് പുതിയൊരു തൗഹീദാണ് ഇബ്നു തൈമിയ കൊണ്ടുവന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് ഏറ്റുപിടിച്ചത്. ഇന്നും ഏത് വിഭാഗത്തിലായാലും പാർട്ടിയിലായാലും വഹാബികളും മുജാഹിദുകളും ഒന്നടങ്കം അത് വലിയ വേദവാക്യമായി കൊണ്ട് നടക്കുന്നുമുണ്ട്. ഈ തൗഹീദ് വിഭജനവും അതുപോലെ തന്നെ തശ്ബീഹുൽ ഖാലിഖി ബിൽ മഖ്ലൂഖ്, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളോട് സദൃശപ്പെടുത്തുന്ന, തുല്യമാക്കുന്ന മുജസ്സിമത്തിന്റെ അഭിശബ്ദമായ വാദങ്ങളെയും കടമെടുത്തുകൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് തൈമിയത്തെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരുപാട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ പറ്റാത്ത മുജസ്സിമത്തിന്റെ ചീഞ്ഞളിഞ്ഞ വാദങ്ങൾ. അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ സാഹിബ് പറഞ്ഞതുപോലെ അത് മുത്തൗഖീരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിനെ നിന്ദിക്കുക, ബഹുമാനിക്കാതിരിക്കുക, നിന്ദിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഗതിയും. അതോടൊപ്പം കേരളത്തിലെ വഹാബികൾക്ക്, മുജാഹിദുകൾക്കും സലഫികൾക്കും പ്രത്യേകമായിട്ടുള്ള തഖ്ലീദ് നിരാസവും മദ്ഹബ് നിരാസവും, എല്ലാ പ്രശ്നത്തിൻ്റെയും ഇന്നത്തെ ഗ്രൂപ്പിസത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണമായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവരുടെ തത്വമാണ് ആ പറയുന്ന മദ്ഹബ് നിരാസം. ഇമാമുകൾ മുഴുവനും തള്ളുന്ന, ഒരാളും മഅസൂമല്ല, ആർക്കും തെറ്റുപറ്റാം എന്ന് പറഞ്ഞ് എല്ലാവർക്കും തെറ്റുപറ്റാം എന്ന് പറഞ്ഞുകൊണ്ട്, തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ മാത്രം തെറ്റുപറ്റാത്തവരായി അവതരിപ്പിച്ചുകൊണ്ട് വരുന്ന തഖ്ലീദ് നിരാസം എന്ന് പറയുന്ന ആ ഒരു വാദം. ഈ 2-3 വിഷയങ്ങളെ സംബന്ധിച്ച് ഏതാനും ചില പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. നോക്കൂ നിങ്ങൾ, തൗഹീദിനെ അവർ വിഭജിച്ചു. തൗഹീദിനെ വിഭജിച്ചിട്ട് എന്താ പറഞ്ഞ്, നാളിതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ വിശ്വാസികളും കൊണ്ടുവന്നിട്ടുള്ള, അവർ വെച്ചു പുലർത്തിയിട്ടുള്ള തൗഹീദ് അത് പിഴച്ചതാണ്. ചില ആളുകൾ പറയുകയില്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ മനുഷ്യനോട് അന്നത്തെ ചില സമകാലികരായ ആളുകൾ ചോദിച്ചു, നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ദീൻ മുത്തസിൽ ഔ മുൻഖതി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വരെ പരമ്പര മുട്ടുന്നതാണോ? അദ്ദേഹം ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ പറയുന്നുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നും അത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അങ്ങനെ പാരമ്പര്യത്തെ പൂർണ്ണമായും നിരാകരിച്ച് തള്ളിക്കളഞ്ഞിട്ടുള്ള, എന്നാൽ അതോടൊപ്പം തന്നെ അവർ പേരോ സലഫിന്റെ ആശയമാണ്. അള്ളാന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ആ വിശ്വാസങ്ങൾ എങ്ങനെയാണ് നൂറ്റാണ്ടുകൾ തലമുറകൾ കൈമാറാതെ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു മനുഷ്യന് ഇങ്ങനെ ഇട്ടുകൊടുക്കുവോ? അങ്ങനെ കിട്ടുമോ? ഒരിക്കലും അത് കിട്ടില്ല. അതിലേക്കുള്ള വ്യക്തമായ സൂചനയാണല്ലോ എന്താണ് ശരിയായ വഴി. നേരത്തെ അവിടെ ഓതി വെച്ച ആ ഹദീസിന്റെ വിശദീകരണത്തിൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ ഏതൊരു നിലപാടിലാണോ എൻ്റെ സ്വഹാബികളും ഏതൊരു നിലപാടിലാണോ അതാണ് ശരിയായ വഴി. എന്തിനാ സ്വഹാബത്തിനെ എണ്ണുന്നത്? സ്വഹാബത്ത് ഹുജ്ജത്താണോ? സ്വഹാബത്തിന്റെ ഇജ്മാ അല്ല. സ്വഹാബത്തിൽ ഓരോ വ്യക്തികളും ഹുജ്ജത്താണോ? വലിയ ചർച്ചയാണല്ലോ. കേരളത്തിൽ സലഫികളും വഹാബികളും ഒന്നടങ്കം പറയും അല്ല. പക്ഷെ അവരും പറയുമ്പോൾ ഈ ഹദീസ് ഓതും, മാ അന അലൈഹി വ അസ്ഹാബി, എൻ്റെ സ്വഹാബികളും ഞാനും ഏത് റൂട്ടിലാണോ സഞ്ചരിച്ചത് അതാണ് ശരിയായ വഴി. എന്തിനാണ് അള്ളാന്റെ റസൂൽ സ്വഹാബികളെ കൂട്ടിയിട്ടുള്ളത്? അള്ളാന്റെ റസൂലിന്റെ വിശ്വാസ കാര്യങ്ങൾ തന്നെയല്ല സ്വഹാബത്തിനും ആണ്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ നിലപാടുകളും വിശ്വാസ കാര്യങ്ങളും എന്താണ് എന്ന് നമുക്ക് അറിയുവാനുള്ള ഒരു വഴിയാണ് സ്വഹാബത്തിന്റെ രീതി, സ്വഹാബത്തിന്റെ നിലപാട്. ആ സ്വഹാബത്തിന്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് അറിയുവാനുള്ള രീതി കിതാബുകളിൽ നിന്നല്ല കിട്ടേണ്ടത്,
കൈമാറി തലമുറകൾ കൈമാറി വരേണ്ടതാണ്. സലഫിൽ നിന്നാൽ 12ാം നൂറ്റാണ്ട്, അവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ 8ാം നൂറ്റാണ്ടിൽ. 8ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയയുടെ അതേ ആശയം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമാമിനെ കാണിക്കുവാൻ ഇല്ല, കഴിയില്ല. അദ്ദേഹത്തിന്റെ തന്നെ ഉസ്താദന്മാരെടുക്കാം, ഇബ്നു തൈമിയയുടെ ഉസ്താദന്മാർ. കൂടുതലൊന്നും കാണൂല, കൂടുതലൊന്നും പഠിച്ചിട്ടില്ല എന്ന ചരിത്രകാരന്മാർ പറയുന്നത്. നല്ല ഇൽമെന്നാലും ഉണ്ട്, നോക്കിണ്ടാക്കിയതാണ്. ഇൽമിനേക്കാളും അക്കൽ ഓവറായി. അങ്ങനെ അക്കലിക്ക് എന്തോ സംഭവിച്ചു പോയി എന്നുള്ളതാണ് സത്യസന്ധമായ നിരൂപണത്തിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, ആ ഇബ്നു തൈമിയ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മുൻഗാമികളായ ഏതെങ്കിലും ഒരാൾ ഇതേ ആശയം, ഇതേ പിഴച്ച തൗഹീദ്, പിഴച്ച ഈമാന് ഇവിടെ പറഞ്ഞതായി ഏതെങ്കിലും രേഖയുണ്ടോ? ഇല്ല. പിന്നെ അവിടെ ഇവിടെ ചില കിതാബുകളൊക്കെ എടുത്തിട്ട് കോട്ടിമാട്ടിയിട്ട് അതിൻ്റെ ആശയം എന്താണെന്ന് അറിയാത്ത രൂപത്തിൽ പലതും പറയുന്നു എന്നല്ലാതെ അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം, സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഉസ്താദ് ആരാ? ആ ഉസ്താദ് മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളെയും കൃത്യമായി എണ്ണി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സനദ് ഫുള്ളായിട്ട് കൃത്യമായി നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ശരിയായ വഴി ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഇന്ന് പാരമ്പര്യ വിശ്വാസികൾ ഏതൊരു നിലപാടിലാണോ ആ നിലപാട് തന്നെ എന്ന് ഉയർത്തിക്കാട്ടുവാനുള്ള ഏറ്റവും വലിയ തെളിവ്. ഇരിക്കട്ടെ, ആ തലമുറകൾക്കും മുൻഗാമികൾക്കും ഒക്കെയും വിരുദ്ധമായി ഇബ്നു തൈമിയ ഇവിടെ ജൽപ്പിച്ചൊരു തൗഹീദുണ്ട്. ഇന്നിവിടെ ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്നല്ല, കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളൊക്കെ ഒരു ഹാഫ് മുശ്രിക്കാണ്. എന്നാൽ മുശ്രിക്കീങ്ങളോ ഒരു ഹാഫ് മുസ്ലിമുമാണ്. തൗഹീദിനെ തൗഹീദ് റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, ശേഷം വന്ന ആളുകൾ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നും കടത്തി കൂട്ടി. അതിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. ആ ഉലൂഹിയത്ത് റുബൂബിയത്ത് എന്നിങ്ങനെ 2 തരം തൗഹീദാക്കി അവർ വേർതിരിച്ചിട്ട് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള അവിശ്വാസികൾ മുശ്രിക്കീങ്ങൾ മുഴുക്കയും തൗഹീദ് റുബൂബിയത്ത് ഉള്ളവരായിരുന്നു. അഥവാ അള്ളാഹു ആണ് റബ്ബ് അള്ളാഹു. ഇതവർ ശരിക്കും വിശ്വസിച്ചെന്നുവരെ. അവരുടെ ദൈവങ്ങളെ സംബന്ധിച്ച്, അവരുടെ ബിംബങ്ങളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം അവരൊക്കെ കേവലം ആലിഹത്ത്, ഇലാഹുകൾ മാത്രമായിരുന്നു. ആരാധനക്ക് അർഹത അവർക്കൊക്കെയുണ്ട്. എന്നാൽ റബ്ബോ അത് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ മുശ്രിക്കീങ്ങളും വിശ്വസിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും, എന്ന് മാത്രമല്ല വഹാബിയത്തിൻ്റെയും തുടങ്ങി ആരെല്ലാം വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടോ അവരൊക്കെയും അത് പറയുന്നുണ്ട്. തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുർ റുബൂബിയ. നോക്കൂ നിങ്ങൾ, എത്ര വലിയ ഗുരുതരമായ ആരോപണമാണിത്. മുശ്രിക്കീങ്ങളെ വെള്ളപൂശുന്നു, മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നു. എന്താണിത്? തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞ ഇബാദത്തിൻ്റെ ഇതിലെല്ലാം വിശദീകരിക്കാൻ സമയമില്ല. പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള നിർവചനങ്ങളും വിശദീകരണവും കാറ്റിൽ പറത്തി സ്വന്തമായ വിശദീകരണങ്ങൾ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം. തൗഹീദിന് പോലും പുതിയ നിർവചനം. തൗഹീദ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഏകദൈവ വിശ്വാസം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിന് മറുവശമായി പറയുന്ന ഷിർക്ക് എന്ന് പറഞ്ഞാലോ ബഹുദൈവ വിശ്വാസമാണ്. ഇതുപോലും കൂട്ടിമാറ്റി ഏകദൈവ ആരാധന. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധന. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മുടെ പണ്ടുകുമ്മൻ്റെ ഉസ്താദന്മാർ നമുക്ക് അർത്ഥം പഠിപ്പിച്ചത് എന്താ? ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ ഇല്ല എന്ന. ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു അല്ലാതെ ഇല്ല എന്നല്ല. ഒരാളും ആരാധിക്കാൻ ഇല്ലാത്ത സമയത്തും അള്ളാഹു മഅബൂദാൻ, അള്ളാഹു ഇലാഹാൻ. ആരാധനക്കുള്ള അർഹത അള്ളാഹു തആലാക്കുണ്ട്. ഈ ആരാധനക്കുള്ള അർഹത അത് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുക എന്ന ഏക ദൈവ വിശ്വാസം, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസത്തെ ഏകദൈവ ആരാധന എന്നാക്കി മാറ്റിയത് വഹാബിസം ഇവിടെ ചരിത്രത്തിൽ വെച്ചിട്ടുള്ള വലിയ ഒരു ചതിയാവുന്നു. എന്താ ഇതിൻ്റെ നേട്ടം? അവർക്ക് തോന്നുന്ന ചില കർമ്മങ്ങളെയും ചില വാക്കുകളെയും ചില ആചാരങ്ങളെയും ശിർക്കാക്കുവാൻ, ഇസ്ലാമിന് വിരുദ്ധമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്ന് നാണമില്ലാതെ പറയുവാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുർ റുബൂബിയ എന്ന് പറയുന്ന ആ വിഭജനം. എന്താണത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാടുണ്ട്, നേർച്ച മറ്റത് മറിച്ചതൊക്കെ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്തിഗാസ, ഇസ്തിശ്ഫാ എന്നെല്ലാം നമ്മൾ പറയുന്ന വിളിച്ചു പ്രാർത്ഥന എന്ന് നാട് നീള തൊണ്ട കീറി അവർ പറഞ്ഞിരുന്ന ആ ഒരു സാധ്യം. ഇത് ശിർക്കാക്കണം. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഹാന് നബിമാരെയോ ഔലിയാക്കളെയോ ശുഹദാക്കളെയോ സ്വാലിഹീങ്ങളെയോ വിളിച്ച് എന്തെങ്കിലും ആവലാതി നാം പറഞ്ഞാൽ
നമ്മുടെ ഇമാമുകൾ അതിന് പേര് വെച്ചിട്ടുള്ളത് ഇസ്തിശ്വാ തശഫു എന്നെല്ലാമാണ്. ഇതൊക്കെയും ഷിർക്കാണത്ര. അഥവാ ആ ഒരു വാക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം. ഒരു വാക്കും പ്രവൃത്തിയും എങ്ങനെ വിശ്വാസമാകും? അതുപോലെ തന്നെ സുജൂദ്, ചുംബിക്കൽ തുടങ്ങിയിട്ടുള്ളതായ ഒരുപാട് കാര്യങ്ങൾ മഹത്വക്കളെ ചുംബിക്കാതും ഷിർക്കാണത്ര. ആരെങ്കിലും വരുന്നത് കണ്ടാൽ ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിൽക്കൽ, അതും ഷിർക്കാണ് പോൽ. ഇങ്ങനെ വാക്കുകളെയും പ്രവർത്തികളെയും എല്ലാം ഷിർക്കാക്കി മാറ്റുവാൻ അവർ നടത്തിയിട്ടുള്ള വലിയൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് തൗഹീദ് വിഭജനം എന്ന് പറയും. നോക്കൂ, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ആലമുൽ അർവാഹിൽ വെച്ചതാണല്ലോ ആദ്യം. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു തന്നെ നമ്മോട് ചോദിച്ചതെന്താ? അലസ്തുബി റബ്ബിക്കും അലസ്തുബി ഇലാഹിക്കും എന്നല്ല. അന്ന് ഒരുപാട് ആളുകൾ നിരാകരിച്ചിട്ടില്ലേ, നിഷേധിച്ചിട്ടില്ലേ? അവരാണല്ലോ പിന്നീട് കാഫിര്യങ്ങളും മുശ്രിക്കുകളുമായി വന്നിട്ടുള്ളത്. ഇവരുടെ വാദപ്രകാരം അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് ലോകത്തുള്ള മുഴുവൻ അവിശ്വാസികളും, മക്ക മുശ്രിക്കുകൾ മാത്രമല്ല മുഴുവൻ വിശ്വാസികളും അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔൻ അടക്കം വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്ന വഹാബികൾ കൃത്യമായി മറുപടി പറയേണ്ട ഒരു പോയിന്റാണ്. അലസ്തു ബി റബ്ബിക്കും എന്ന് അള്ളാഹു തആല അന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ലോകത്തുള്ള മുഴുവൻ ആളുകളും യെസ് എന്ന് മറുപടി പറയണ്ടേ? മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. ഇനി അവസാനം ഖബറിൽ കിടക്കുമ്പോൾ മൻ റബ്ബുക എന്ന ചോദിക്കാൽ ആരാ നിങ്ങളുടെ റബ്ബ്? മൻ ഇലാഹുക എന്നല്ല. അവിടെയും എല്ലാ ആളുകളും മറുപടി പറയുമോ? അബൂജഹലും തുടങ്ങിയിട്ടുള്ളതായ മക്കയിലെ മുശ്രിക്കീങ്ങൾ, ലോകത്തുള്ള മുശ്രിക്കീങ്ങൾ മുഴുവനും അവിടെ മറുപടി പറയുമോ? വഹാബി വാദപ്രകാരം അവരൊക്കെ റബ്ബ് അല്ല മാത്രമാണല്ലോ, നഅം എന്ന് പറയണം. ഖബറിൽ ചോദ്യത്തിന് ഉത്തരം കിട്ടണം അവർക്ക്. ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി ചരിത്രപരമായും പ്രാമാണികമായും യുക്തിപരമായുമെല്ലാം ഇത് വാദം അസംബന്ധമാണ്, അബദ്ധമാണ് എന്ന് നമുക്ക് തീർത്തും പറയുവാൻ സാധിക്കും. ഖുർആനിൽ തന്നെ എത്ര സ്ഥലങ്ങളിലാ പറഞ്ഞ് അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ അതല്ല ഖഹാറായ ഒരു അള്ളാഹു ആണോ ഖൈർ എന്ന് ചോദിക്കുന്നത് മക്ക മുശ്രിക്കീങ്ങൾ ഖണ്ഡിക്കുവാൻ വേണ്ടിയല്ലേ. അർബാബുൻ എന്ന് പറയുമ്പോൾ ഒരുപാട് റബ്ബുകളില്ല എങ്കിൽ, ഒരേ ഒരു റബ്ബ് അള്ളാഹു മാത്രമാണ് ഉള്ളതെങ്കിൽ ഇതെങ്ങനെ അവർക്കെതിരെ ഖണ്ഡനമാകും? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ. റുഹ്ബാനുകളെയും അഹ്ബാറുകളെയും റബ്ബുകളാക്കിയെന്ന് അള്ളാഹു തആല പറയുന്നത്. എന്തിനേറെ ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹത്തിനാ ബിസൂ. നിനക്ക് ഞങ്ങളുടെ ഏതോ ഒരു ദൈവം എന്തോന്ന് ചെയ്തു വച്ചിട്ടുണ്ട്, അതിൻ്റെ അസുഖമാണ് എന്ന്. ഒരു കഴിവുമില്ലാത്ത, ഒരു ഉപകാരം ചെയ്യാത്ത, ഒരു ഉപദ്രവം ചെയ്യാത്ത ദൈവങ്ങളായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഖുർആൻ പറയുമോ? നോക്കൂ, നിങ്ങൾ വിശദീകരിക്കുന്നില്ല. വിശുദ്ധമായ ഖുർആനിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്വഹാബികളെയും മക്കയിൽ നിന്ന് ആട്ടി ഒഴിവാക്കുവാൻ, പുറത്താക്കുവാൻ വേണ്ടി മക്ക മുശ്രിക്കീങ്ങൾ നടത്തിയിട്ടുള്ള ആ സംഭവത്തെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്താ? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ് ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. നമ്മളെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അത്ര മക്കയിൽ നിന്ന് പോവേണ്ടി വന്നത്. അത് അബൂജഹലിനും സമ്മതമാണ് എങ്കിൽ പിന്നെ മക്കയിൽ നിന്ന് പോവേണ്ടതുണ്ടോ? ഐക്യത്തോടു കൂടെ തന്നെ അവിടെ തന്നെ നിൽക്കാമായിരുന്നില്ലേ? ഇലാഹുനല്ല എന്നല്ല, റബ്ബുനല്ല, ഞങ്ങൾ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിന് പേരിലാണ് പോവേണ്ടി വന്നത്. ഇരിക്കട്ടെ, ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകളിലും ഹദീസുകളും ചരിത്ര സംഭവങ്ങളിലും മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി എന്നുള്ളത് തന്നെ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ വഹാബിസത്തിനും സലഫിസത്തിനും സെൽഫിസത്തിനും എല്ലാ വിഭാഗം ആളുകൾക്കും ഇവിടെ പറ്റിയൊരു അമളയുണ്ട്. റബ്ബ് എന്ന് പറയുമ്പോഴേക്ക് ലോകത്തെ സൃഷ്ടിച്ച, ആകാശങ്ങളെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച ഖാലിഖായിരിക്കണം, റാസിഖായിരിക്കണം എന്നുള്ള ഒരു അബദ്ധധാരണ. മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് റബ്ബാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹു മാത്രമേ റബ്ബ്. അതിന് തെളിവെന്താ? ഇൻ സഅൽതും എന്ന് തുടങ്ങുന്ന ഒരുപാട് ആയത്ത്. ആരാണ് മൻ ഖൽഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെ പടച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത് എന്നൊക്കെ അള്ളാഹു തആല ചോദിക്കുമ്പോൾ അതിനൊക്കെ ലയഖൂലുന്നല്ലാഹ്, അള്ളയാണ് എന്നവർ മറുപടി പറയും എന്ന. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഖാലിഖും റാസിഖും എല്ലാം അള്ളാഹു ആണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത് ലയഖൂലുന്നല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ നിന്ന്, ആയത്തിൽ നിന്നാണ് ഈ പാപങ്ങൾ മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള ഇബ്നു തൈമിയ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇത്തരം ആയത്തുകൾ കൊണ്ടുവരുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് മുശ്രിക്കീങ്ങളെ ഖണ്ഡിക്കുവാനാണ്. ചില ആയത്തിൽ ഇതിന്റെ തൊട്ട് ശേഷം ഫഖുലിൽ ഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഇത് ആരും ചോദിച്ചിട്ടില്ല അവരോട്, അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഇൻസാൽത്തും എന്ന് പറയുന്ന ആ ഇന്നിൽ നിന്ന് തന്നെ അതിലേക്ക് സൂചനയുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റസൂൽ അവരോട് ചോദിച്ചിട്ടില്ല.
ചോദ്യത്തിന് അവർ മറുപടിയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ അവർ ചോദിച്ചാൽ അവർ ഉത്തരം മുട്ടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് അതിൻ്റെ താല്പര്യം. അപ്പോഴാണ് അവർക്കെതിരെ ഇത് തെളിവാവുക. അപ്പോഴാ അൽഹംദുലില്ലാ ഫഖുലിൽ ഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇപ്പൊ അവർക്കെതിരെ അവർ തന്നെ പറഞ്ഞല്ലോ. എങ്ങനെ അവർക്കെതിരെ അവർ തന്നെ പറയുന്നത്? ഇബാദത്ത് ഇലാഹ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, ഇലാഹാണ്, ആരാധനക്ക് അർഹനാണ്, റബ്ബാണ് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടെ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, ഒരാൾ വിശ്വസിക്കുന്നുണ്ടോ, ആ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഇബാദത്തെന്നും ആ വ്യക്തിയെ സംബന്ധിച്ചാണ് ഇലാഹ് എന്നും പറയുന്നത്. അത് ആകാശഭൂമികളെ പടക്കുക, ഭൂമിയെ പടക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇത് അവിടുത്തെ ഒരു വിഷയമേ അല്ല. തൗഹീദുൽ ഖാലിഖിയ്യത്ത് എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ തൗഹീദു ഖാലിഖി സമാവാത്തി വൽ അർള്, തൗഹീദുൽ ഉലൂഹിയ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാമായിരുന്നു. ഏതെല്ലാം ആളുകൾ ഇലാഹാണോ അവരൊക്കെ റബ്ബ, ആരെല്ലാം റബ്ബാണോ അവരൊക്കെയും ഇലാഹ. ഇലാഹല്ലാത്ത റബ്ബില്ല, റബ്ബില്ലാത്തൊരു ഇലാഹുമില്ല. ഈ ആരാധനക്കുള്ള അർഹത എന്ന് പറയുന്നത് എന്താണ്? അത് ഇന്നേ വരെ ഇവർ വിശദീകരിച്ചിട്ടില്ല. ഇബ്നു തൈമിയ്യ വിശദീകരിച്ചിട്ടില്ല, മറ്റുള്ള ഒരാളും വിശദീകരിച്ചിട്ടില്ല, ന്യായയുക്തമായി വിശദീകരിച്ചിട്ടില്ല. അവരുടെ ദൈവങ്ങളെക്കുറിച്ച് ഇവർ ഇലാഹാണെന്ന് പറയുന്നുണ്ടല്ലോ, ഇലാഹാണെന്ന് പറയുന്നുണ്ട്. റബ്ബ് അള്ളാഹു ആണ്, ഖാലിഖ് അള്ളാഹു ആണ്, എല്ലാം അള്ളാഹു ആണ്, അള്ളാഹു ആണ്, അള്ളാഹു എന്ന് പറയുന്ന വഹാബികൾ നമുക്ക് ചോദിക്കാനുള്ളതാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ ദൈവത്തെക്കുറിച്ച് എന്താണ് വിശ്വസിച്ചിരുന്നത്? സാധാരണ അവരെ പോലത്തെ മക്ക മുശ്രിക്കീങ്ങളെ പോലത്തെ ഒരാളെന്നോ, അത് വെറും ഒരു കല്ലെന്നോ, അസാധാരണമായി ഒന്നുമില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി ഇല്ല. തീർച്ചയായും അവർ ഉപകാരം ചെയ്യുന്ന, ഉപദ്രവം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ, എന്തിനേറെ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ പോലും ശിർക്കുള്ള, പങ്കുള്ള, ഭൂമിയുടെ സൃഷ്ടിപ്പിൽ പങ്കുള്ള ആളുകൾ പോലും മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തഫ്സീർ റാസി നോക്കിയാൽ കാണും. അതാം ശിർക്കും ഫിസ് സമാവാത്ത് അം ലഹും ശിർക്കും ഫിൽ അർള് എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ. ആകാശത്തിൽ അവർക്ക് ശിർക്കുണ്ടോ, ഭൂമിയിൽ അവർക്ക് ശിർക്കുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുന്നത് അവരെ ഗണ്ഡിക്കാനാ. അപ്പൊ ആകാശത്തെ അള്ളാഹു പടച്ചതിൽ അവർക്ക് ഈ ബിംബങ്ങൾക്കും ശിർക്കുണ്ട് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. പക്ഷേ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ഭൂരിഭാഗവും ആളുകളും ശഫാഅത്ത് എന്ന് പറയുന്ന ആ ഒരു സംഗതിൻ്റെ പേരിൽ മുശ്രിക്കായവരാണ് എന്ന് തഫ്സീറുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനർത്ഥം എന്താ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഇവരെ ഞങ്ങൾ ആരാധിക്കുകയാണ് എന്നവർ വ്യക്തമായി പറയുന്നുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസി പറയുന്നുണ്ടോ ഈ മഹാന്മാരെ, ഔലിയാക്കളെ, ശുഹദാക്കളെ, അമ്പിയാക്കളെ ഞങ്ങൾ ആരാധിക്കുന്നുവെന്ന്? തീർത്തും നമുക്കെതിരെയുള്ള ആരോപണമല്ലേ അത്? തീർത്തും ആരോപണമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഒരാളും അത് പറയുന്നില്ല. ഇവർ വ്യക്തമായി തന്നെ പറഞ്ഞാബുദുഹും, ഇത് ഞങ്ങളുടെ ഇലാഹാണ്, ഇത് ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ ആരാധിക്കുന്നു. പക്ഷെ എന്തിനാരാധിക്കുന്നു? ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഇവർ ഞങ്ങളെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി. എന്തിനു വേണ്ടി എന്നുള്ളതല്ല, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യും. മുശ്രിക്കീങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുന്നതും നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതും തവാഫ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ലക്ഷ്യമൊന്നും തന്നെ ആയിരിക്കില്ലേ? ലക്ഷ്യം നോക്കിയിട്ടാണോ ഹുക്മ് തീരുമാനിക്കുക? അവർ വ്യക്തമായി പറയുന്നു മാ നഅ്ബുദുഹും. ഇനി ഇരിക്കട്ടെ, ശഫാഅത്ത് തന്നെ ആവട്ടെ. ശഫാഅത്ത് എന്ന് പറയുന്ന ആ ഒരു സംഗതി തന്നെ അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ, അള്ളാഹുവിൻ്റെ കഴിവില്ലാതെ ആളുകൾക്ക് കഴിയും, ഏതെങ്കിലും ഒരാൾക്ക് കഴിയും, ആൾ ശഫാഅത്ത് ചെയ്യും എന്നുള്ള വിശ്വാസമാണെങ്കിൽ ശഫാഅത്തിൽ അവരെ റബ്ബാക്കി. അവിടെയും റബ്ബ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വ്യക്തമായി തന്നെ മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, മക്കയിലെ മുശ്രിക്കീങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തില്ലാതെ, അള്ളാഹുവിൻ്റെ വേണ്ടുകയില്ലാതെ ആരാണോ ശഫാഅത്തിന് അധികാരമുള്ള ആളുകൾ എന്ന് മക്കയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുശ്രിക്കീങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്. അർത്ഥവത്താകണമെങ്കിൽ, ഖണ്ഡനം ശരിയായ രൂപത്തിലാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇതിനും സമ്മതമൊന്നും ഇല്ലാതെ ശഫാഅത്ത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവിടെ വേണ്ടേ? തീർച്ചയായിട്ടും അതുണ്ട്. നമ്മൾ വിശ്വാസം അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ശഫാഅത്തിന് അധികാരം അല്ലാഹു തആല നൽകിയിട്ടുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളടക്കമുള്ള നിരവധി ആളുകൾ ശഫാഅത്തിന്റെ കാര്യത്തിൽ ഇന്നും വഹാബികൾ പല വിഷയത്തിലും പോലെ ഇതിലും ഒരു തറദ്ദുദ്, അവർ തീരുമാനമായിട്ടില്ല. ശഫാഅത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ വയ്യ, എന്നാൽ ഇല്ല എന്ന് വ്യക്തമായി പറയാൻ അതിനും വയ്യ. ഉണ്ട് എന്ന് പറഞ്ഞാലോ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും. സമയം ചുരുക്കുവാൻ കുറവായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഈ രൂപത്തിൽ ശഫാഅത്തിനായാലും ശരി, സ്വന്തം അവിടെയാണ് വിഷയം. സ്വന്തമായി ചെയ്യുവാൻ കഴിയുക എന്ന് പറയുന്നതാണ് റബ്ബായിരിക്കുക എന്നതിൻ്റെ മാനദണ്ഡം.
മാലിക്, റബ്ബ് എന്ന് പറഞ്ഞാൽ ലോകരക്ഷിതാവ്, രക്ഷിതാവ്, അല്ലെങ്കിൽ പടിപടിയായ ആളുകൾ ഉയർത്തുന്നവൻ എന്നുള്ള അർത്ഥം നമ്മൾ വെക്കേണ്ടതില്ല. അങ്ങനെ ഒരു അർത്ഥം അതിൻ്റെ അസലിലുണ്ട്, ശരിയാണ്. പക്ഷേ സുമ്മിയ മാലിക്, പിന്നെ മാലിക് എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും മാലിക് അള്ളാഹു ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാലിക്, റബ്ബ് ഇത് അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലുമാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവിടെയാണ് കുഫ്റും ശിർക്കും വരുന്നത്. അവിടെയാണ് അള്ളാഹുവിന് പുറമെ റബ്ബുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നത്. ഇതിനപ്പുറം അള്ളാഹു തആല നൽകുന്ന എന്ത് കഴിവിൻ്റെ പേരിലും ഇതിൻ്റെ പേരിലും ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊന്നും ഒരിക്കലും റബ്ബാക്കലല്ല, ഒരാളെയും ഇലാഹാക്കലുമല്ല. എല്ലാം കേൾക്കുവാനുള്ള കഴിവ് മൊയ്‌ദി ശൈഖിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നാ. എല്ലാം കേൾക്കുവാനുള്ള കഴിവ് മലക്കുകൾക്കുണ്ട് എന്ന് ഹദീസിലില്ലേ? അസ്മാഉൽ ഖലായികി കുല്ലിഹ, എല്ലാ പടപ്പുകളുടെയും ശബ്ദങ്ങൾ കേൾക്കുവാൻ ഉള്ള കഴിവ് അള്ളാഹുവിൻ്റെ റസൂലിന് മദീനയിൽ കിടക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും സലാമും എത്തിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കിനുണ്ട് എന്ന് പറയുമ്പോൾ മലക്കിനേക്കാളും ചെറിയ ആളാ മുത്തുനബി. പിന്നെ മുത്തുനബിൻ്റെ അല്ലെങ്കിലും അള്ളാഹു നൽകുന്നതാണെന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് നൽകാൻ അധികാരമില്ല എന്നാണ് ഇവർ പറയുന്നത്. അതല്ല, ഇവർക്കൊന്നും ഇവരെ മാനിച്ചുകൊണ്ട് ഇവരുടെ മഹത്വം കൊണ്ട് അള്ളാഹു നൽകൂലെന്നോ? എന്താ ഇവർ പറയുന്നത്? ഇവർക്ക് തന്നെ അറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന ആപ്തവാക്യമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ശഫാഅത്തിന്റെ പേരിലാവട്ടെ മറ്റുള്ളതിൻ്റെ പേരിലാവട്ടെ സ്വന്തമായി ആർക്കെങ്കിലും വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഏതെങ്കിലും ശക്തിയെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ഒരാൾക്കുണ്ടെങ്കിൽ അതാ റബ്ബാക്കുക എന്ന്. അഖ്സാഗോയത്തിൽ ഹുദു ഇവ തലറുതി നേരത്തെ ഇവിടെ വായിച്ചല്ലോ. ഹാഷിം സുന്ദരമായി അഭിനന്ദരായ ശംസുൽ ഉലമ നാദാപുരത്ത് കിയനൂർ ഒരു കവിതയോട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുന്ദരമായി അതിൽ നമുക്ക് കാര്യം മനസ്സിലാക്കാം. അലാ മുൻതഹ തഅലീമി തഅലീമു മുൻതഹ വലൈസ വറാ അല്ലാഹി ഫിൽ ഹഖി മുൻതഹ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുൻതഹയായി ഒരാൾ വിശ്വസിക്കുന്നോ അതാണ് റബ്ബാക്കൽ. അഖ്സാഗോയത്തിൽ ഹുദു എന്ന് പറയുന്നത് വാക്കുകളെ കൊണ്ടോ പ്രവർത്തികളെ കൊണ്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുജൂദ് മാത്രമേ ഇബാദത്തുള്ളൂ എന്ന് പറയേണ്ടി വരും. ഒരാൾക്ക് സുജൂദ് ചെയ്യുമ്പോൾ അപ്പം മാത്രമേ അത് ഇബാദത്തുള്ളൂ, ആ ആൾ മാത്രമേ റബ്ബുള്ളൂ എന്ന് പറയേണ്ടി വരും. അതല്ല, ഏത് വിഷയത്തിലും സുജൂദാവട്ടെ റുക്കുവാവട്ടെ ഖിയാമാവട്ടെ തുടങ്ങി ആരാധനകളാവട്ടെ മറ്റുള്ള എന്ത് കർമ്മമാവട്ടെ ആർക്കാണ് ഇത് നൽകുന്നത് അല്ലെങ്കിൽ ആരെയാണ് വിളിക്കുന്നത്, ഇനി വിളിച്ചു പ്രാർത്ഥന എന്ന് തന്നെ അർത്ഥം വെച്ചോളെ, കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ദഅ എന്ന് പറയുന്ന ഒരു വാക്കിന് അത് രണ്ടും കൂട്ടിയില്ല ഒരു അർത്ഥം ഒരു മലയാള ഡിക്ഷണറിയിലും ഇല്ല എന്നുള്ളത് അവൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട പരമാർത്ഥമാണ്. സകലമാന തർജ്ജമകളിലും ഖുർആൻ പരിഭാഷകളിലും ആ അർത്ഥമാണ് കാണുന്നത്, വിളിച്ചു പ്രാർത്ഥന എന്ന് മാത്രമല്ല. ഇനി വിളിയും പ്രാർത്ഥനയും മാത്രമല്ലല്ലോ, ഇന്നല്ലദിന തദുഊന തുടങ്ങിയിട്ടുള്ളതായ ദഅ എന്നതിൽ നിന്ന് പോന്നിട്ടുള്ള ഏതെല്ലാം ആയത്തുകളുണ്ടോ അതിനെല്ലാം നമ്മുടെ മഹത്തുക്കളായ മുഫസ്സിരിങ്ങൾ അർത്ഥം വെക്കുന്നത് ഒന്നിരിക്ക തഅബുദൂന ആരാധിക്കുന്ന ആളുകൾ എന്ന ഇബാദത്ത് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ തുസമ്മൂന ആലിഹത്തൻ വ അർബാബ ഇലാഹുകളൊന്നും റബ്ബുകളൊന്നും നിങ്ങൾ പേര് വിളിക്കുന്ന ആളുകൾ എന്ന. ഇന്നല്ലദീന തദുഊന എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്ക് നമ്മുടെ പ്രാമാണിക ഇമാം തൊബരി റളിയല്ലാഹു അൻഹു മുതൽ എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തിയിട്ട് അതിനൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റിയിട്ട് അതിന് വീണ്ടും നമ്മുടെ ഇസ്തിസ്ഫാനെയും ഇസ്തിഗാത്തയെയും മുഹീദ് ശൈഖ് തങ്ങളെ വിളിക്കുന്ന കുതുബിയത്തിനെയും എല്ലാം ശിർക്കാക്കുവാനും വേണ്ടി വിളിച്ചു പ്രാർത്ഥന എന്ന മലയാള വാക്കുണ്ടാക്കിയിട്ട് ലോകത്തെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന തവസ്സുലിനെയും ഇസ്തിഗാത്തയെയും മുഴുവനും ശിർക്കാക്കുവാൻ അവർ നടത്തുന്ന ഒരു തട്ടിപ്പാണത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരാളും ഒരു വിശ്വാസിയും ഒരു സുന്നിയും സാധാരണക്കാരനാവട്ടെ പണ്ഡിതനാവട്ടെ അവരാരും അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഹാൻ ഇലാഹാണ് എന്നോ റബ്ബാണ് എന്നോ പറയുന്നത് ഇനി അങ്ങനെ പച്ചക്ക് പറയണ്ട. ഈ വിഷയത്തിൽ സ്വന്തമായൊരു കഴിവ് ഇന്ന മഹാനുണ്ട്, ഇന്ന നബിക്കുണ്ട്, ഇന്ന ഷഹീദിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സുന്നിയുണ്ടോ? ഒരാളുമില്ല. പിന്നെ എങ്ങനെ അവരെ നമ്മൾ ഇലാഹാക്കും? എങ്ങനെ നമ്മൾ അവരെ റബ്ബാക്കും? പിന്നെ എങ്ങനെ നമ്മൾ ചെയ്യുന്ന വാക്കുകളും പ്രവർത്തികളും വിളികളും ഇസ്തിഷ്ഫാവുമെല്ലാം ശിർക്കാണെന്ന് അവർ പറയും? ഒരിക്കലുമില്ല. നോക്കൂ, നിങ്ങൾ ബോധപൂർവം തന്നെയാണ് അപ്പോൾ അവർ നമ്മളെക്കുറിച്ച് ആരോപിക്കുന്നതും കാഫിറാക്കുന്നതും. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അവരുടെ ഗുരു, അദ്ദേഹത്തിൻ്റെ ഗുരുവരെയായിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഖുർദി റളിയല്ലാഹു തആല അൻഹു വളരെ സുന്ദരമായി ഒരു നസീഹത്ത് നടത്തുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ ഇമാമുകളെയും വിശ്വാസികളെ മുഴുക്കയും ശിർക്കും കുഫ്റും ആരോപിച്ച ആ ഒരു
ശിഷ്യനെ ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം ഉപദേശിച്ചൊരു ഉപദേശം ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് തുടങ്ങുന്ന ആ ഉപദേശം ഞാൻ മുഴുവനായി വായിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, നീ നിർത്തണം. മുസ്ലിമീങ്ങളെ തക്ഫീർ, കുഫ്ർ ആരോപിക്കുന്നതിൽ നിന്നും ശിർക്ക് ആരോപിക്കുന്നതിൽ നിന്നും നീ അവസാനിപ്പിക്കണം. നിന്റെ നാവിനെ നീ പിടിച്ചു കെട്ടണം. ഫൈൻ സമയത്ത മിൻ ഷഖ്സിൻ, അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടതാണത്. ഫൈൻ സമയത്ത മിൻ ഷഖ്സിൻ അന്നഹു യഅതഖിദു തഅ്സീറ ദാലികൽ മുസ്തഗാഥി ബിഹി മിൻ ദൂനില്ലാഹി ഫഅരിഫ്ഹു സവാബ്. ഏതെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന്, വിശ്വാസിയിൽ നിന്ന് ആ ഇസ്തിഗാഥ ചെയ്യപ്പെടുന്ന, സഹായം ചോദിക്കപ്പെടുന്ന ആ മഹാന് വല്ല സ്വന്തമായ കാര്യം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ, സ്വന്തമായി ഉപകാരം ചെയ്യുവാനോ സ്വന്തമായി ഉപദ്രവം തടുക്കുവാനോ ഉള്ള എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു എങ്കിൽ എന്നാലും പെട്ടെന്ന് ശിർക്കാക്കരുത്. അദ്ദേഹം പറയുന്നു, അരിഫ്ഹു സവാബ്, ഇസ്ലാമിന്റെ തത്വം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ആ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കണം. വാബില്ലഹുൽ അദില്ല, തെളിവുകൾ ആണെങ്കിൽ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണം. എന്തിന്? അല അന്നഹു ലാ തഅ്സിറ ലിഗൈരില്ല, അല്ലാത്ത ഒരാൾക്കും ഇവിടെ ഇസ്തിഖ്റാലില്ല, സ്വന്തമായി ചെയ്യാൻ ഒരു കഴിവുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഫഇന്നബ, അതിൽ നിന്നും അവൻ വിട്ടുനിന്നാൽ, വിലങ്ങിയാൽ, അതിനവർ കൂട്ടാക്കുന്നില്ല, മനസ്സ് വെക്കുന്നില്ല എങ്കിൽ അപ്പമാത്രം ഫകഫിർഹു ഹീനഇദിൻ ബിഖുസൂസിഹി, അവൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് ആ ഒരു വ്യക്തിയെ ബിഖുസൂസിയാണെങ്കിൽ നീ കാഫിറാക്കിക്കോ. ലാ സബീല ലക ഇലാ തക്ഫീരി സവാദിൽ ആലം മിനൽ മുസ്ലിമീൻ, ഈ ഭൂരിപക്ഷ മുസ്ലിം വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ നിനക്ക് കാഫിറാക്കുവാൻ ഒരു വഴിയുമില്ല എന്ന് സ്വന്തം ഗുരുവര്യരായ ഇമാം ഖുർദി റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനെ ഉപദേശിച്ചിട്ടുണ്ട്. അത് തന്നെയല്ലേ നമുക്കും പറയുവാനുള്ളത്? ഏതെങ്കിലും ഒരു വിശ്വാസി ഇവിടെ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുണ്ട് എന്നോ റബ്ബുണ്ട് എന്നോ സ്വന്തമായി കഴിവുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു? ഇല്ല. വഹാബികൾ കാണിക്കേണ്ടത് അതാണ്. എന്ത്? ഞങ്ങളുടെ ഇലാഹ് റബ്ബുകളല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുശ്രിക്കിനെ, അള്ളാഹു മാത്രമാണ് റബ്ബ്, മറ്റുള്ള ദൈവങ്ങളെല്ലാം ഇലാഹുകൾ മാത്രമാണ് എന്നായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് ജൽപ്പിക്കുന്ന, ചരിത്രത്തിന് വിരുദ്ധമായി, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ജൽപ്പിക്കുന്ന വഹാബികൾ ഒരൊറ്റ ചരിത്ര രേഖ കാണിക്കണം, ആയത്തോ ഹദീത്തോ എന്തെങ്കിലും ഒരു, എന്ത്? ഈ ഇലാഹ് ഞങ്ങളുടെ ഇലാഹ് മാത്രമാണ്, റബ്ബല്ല, ഇത് ഞങ്ങളുടെ റബ്ബല്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മുശ്രിക്കുണ്ടോ? ഒരു മുശ്രിക്കുമില്ല. ഇരിക്കട്ടെ, ഇത് ഞങ്ങളുടെ ഇലാഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിശ്വാസിയുണ്ടോ? ഒരു നബിയെ സംബന്ധിച്ചോ ഒരു മഹാനെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ച് ഇത് ഇലാഹാണെന്ന് വിശ്വസിച്ച ഒരു വിശ്വാസിയെ ഇല്ല. വിശ്വാസം ഉറക്കാത്ത, വിശ്വാസം അറിയാത്ത ഏതെങ്കിലും വിവരമില്ലാത്ത ജാഹിലുകൾ ഉണ്ടാകും എന്നല്ലാതെ ഒരു തൗഹീദ് പഠിച്ച വിശ്വാസിയും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കീങ്ങളെയും കേരളത്തിലെ സുന്നികളെയും ഒരേ ചരടിൽ കെട്ടുന്നത്? തീർത്തും അത് വഞ്ചനയാണ്, നിർലജ്ജമായി അവരുന്നയിക്കുന്ന ആരോപണം മാത്രമാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കാതെ വയ്യ. എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ? ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നത്, മഹാന്മാരെ വിളിച്ച് സഹായം തേടുന്നത് എന്ന് തുടങ്ങിയതാണ് ചരിത്രത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു കാലത്ത് ഈ സമുദായത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഇത് ഇല്ലാതെയായി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലെ ഒരു ഇമാമെങ്കിലും അത് ഉന്നയിക്കാതെ പോയിട്ടുണ്ടോ? പ്രോത്സാഹിപ്പിക്കാതെ പോയിട്ടുണ്ടോ? പഠിപ്പിക്കാതെ പോയിട്ടുണ്ടോ? ഇല്ല. ആദ്യ നൂറ്റാണ്ട് മുതൽ ഇന്ന് 14 നൂറ്റാണ്ട് വരെയുള്ള ഓരോ നൂറ്റാണ്ടിലെയും ഓരോ ഇമാമിനെയെങ്കിലും നമുക്ക് കൃത്യമായി, ഒന്നല്ല, അവർക്ക് വേണ്ടി പറയാം, ഒരാളെയെങ്കിലും കൃത്യമായി ഈ ഇസ്തിഗാസയും ഇസ്തിശ്വാവും പഠിപ്പിച്ചിട്ടുള്ള ഇമാമുകളെ കൃത്യമായി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാ മദ്ഹബിൻ്റെ ഇമാമുകളും കൃത്യമായി പറഞ്ഞതല്ലേ, ഹജ്ജിന് പോകുന്ന സമയത്ത് സിയാറത്തിന് പോകണമെന്നും, സിയാറത്തിന് പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് ആ മര്യാദയോടുകൂടെ സ്വലാത്തും സലാമും എല്ലാം അർപ്പിച്ചതിന് ശേഷം അവിടെ വെച്ച് നടത്തേണ്ട ദുആന്റെ മര്യാദ പറയുന്ന കൂട്ടത്തിൽ സൂറത്തു നിസായിലെ വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന് തുടങ്ങുന്ന ആ സുന്ദരമായ ആയത്ത് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അങ്ങനെ സുന്ദരമായി വിശദീകരിക്കുന്നുണ്ട്. യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീൻ. ഇബ്നു തൈമിയ്യയും കൂട്ടാളികളും ഇബ്നു അബ്ദുൽ വഹാബും പറയുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തുള്ള ഏതോ രണ്ടാളുകൾക്ക് അച്ചറ കൂടിയപ്പോൾ റസൂലിന്റെ അരികിലേക്ക് പോകാത്ത കേസ് പറയാൻ വേണ്ടി, അതിന് ക്ഷമാപണം നടത്താൻ വേണ്ടിയാണ് അള്ളാഹു തആല നിർദ്ദേശിക്കുന്നതെന്ന. അതിനാൽ ഉസാത വൽ മുദ്നിബീൻ എന്ന് പറയേണ്ടതുണ്ടോ? ഇബ്നു കസീർ നമ്മെ അങ്ങനെ ആഹ്വാനം ചെയ്യുന്നത് പറയേണ്ടതുണ്ടോ? യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീൻ. എന്ത്? എല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറങ്ങളിലേക്ക് പോകണം,
എന്ന് പറയുമ്പോൾ അത് നിർബന്ധമാണ്, ഫർള് ഐനാണ്, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പല ആളുകളും വിവരദോഷികളും പറയാറുണ്ട് മറുപടി രൂപത്തിൽ. എല്ലാവരും അങ്ങനെ പോകണമെന്നല്ല, അതൊരു സുന്നത്താണ്. സുന്നത്താണെന്ന് തീർച്ചയായും നമ്മൾ പറയണം. അങ്ങനെ പറയാൻ നമ്മൾ പല സുന്നികൾക്കും തന്നെ മടിയായി തോന്നുന്നുണ്ടോ എന്നുള്ളതും നാം മനസ്സിലാക്കണം. ഇതൊക്കെ ഇസ്തിശ്വാൻ, ശഫാഅത്ത് തേടലാണ്, അതിൻ്റെ വിവിധ ഇനങ്ങളാണ്. അത് സുന്നത്താണ് എന്ന് 4 മദ്ഹബിൻ്റെ ഇമാമുകളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ആയത്ത് അള്ളാന്റെ റസൂലിന്റെ ഖബറിങ്കൽ ചെന്നുകൊണ്ട് ഓതണം സിയാറത്തിന് പോകുന്നയാൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ആയത്തിലുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുവാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിൽ ചെന്നിട്ട് വേണം അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ. എന്തിനാണ് ഒരു ഇടയാളൻ? നേരത്തെ ഡോക്ടർ ഇവിടെ പറഞ്ഞല്ലോ, കേവലം ഒരു റസൂൽ. ഈ റസൂൽ ആണെങ്കിൽ തന്നെ അങ്ങനെയാണ്, ഇങ്ങോട്ട് സന്ദേശം മെസ്സേജ് എത്തിക്കാൻ മാത്രം റസൂല്. അങ്ങനെ കളിയാക്കിയിട്ടുണ്ട് ഇബ്നു അബ്ദുൽ വഹാബ്. ഇന്നമാ ഹുവ സഫീർ. ആ ദൗത്യം കഴിഞ്ഞു. അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള ചില മെസ്സേജുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള ആൾ കഴിഞ്ഞു. അവർക്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നെനിക്ക് എന്താ അർത്ഥം വെക്കലാവോ? അള്ളാഹുവിൻ്റെ റസൂൽ ആയിരുന്നു എന്നോ അതോ ഇപ്പോഴുമാണ് എന്നോ? നോക്കൂ നിങ്ങൾ, അത്രയും കഠിനമായ രൂപത്തിൽ ഈ ആളുകൾ ഉന്നയിക്കുന്ന ഈ ഒരു ആചാരം എന്ന് തന്നെ നമുക്ക് പറയാം, സുന്ദരമായ ആചാരം. ആ ആചാരത്തിൽ സിയാറത്തിന്റെ വേളയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ ഇമാമുകളും പറയുന്ന ആ ആയത്തോദനം എന്നതിന് പുറമെ ആ സുന്ദരമായ ആറാബി ചൊല്ലിയിട്ടുള്ള ആ സുന്ദരമായ കവിതകൾ, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായഅളുമുഹു ഫതാബ ബിൻ തീബിഹിൻ നൽഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ആ ഖബറിൽ ചെന്നുകൊണ്ട് മറമാടപ്പെട്ട് 3-ാം നാളിന് ശേഷം അന്നത്തെ ഒരു ആറാബി ചൊല്ലിയിട്ടുള്ള സുന്ദരമായ കവിതകൾ ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികളും മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ചെന്നുകൊണ്ട് ചൊല്ലണം, അത് പാടണമെന്ന് ആരാ പഠിപ്പിക്കാത്തത്? ആരെല്ലാമാണ് ഈ ചരിത്ര സംഭവം ഉദ്ധരിക്കാത്തത്? ഒന്ന് നോക്കൂ നിങ്ങൾ. 1-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഞാൻ വായിച്ചങ്ങനെ പോകട്ടെ, അത് മാത്രം ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ള ഇമാമുകളുണ്ട്. വായിച്ചങ്ങനെ പോവട്ടെ, ആരെല്ലാമാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്ന്. അതിൻ്റെ സനദ് നോക്കിയിട്ട്, അതിൻ്റെ പരമ്പര നോക്കിയിട്ട് അത് വ്യാജമാണ്, അത് ലഈഫാണ്, തെളിവിന് പറ്റില്ല എന്ന് നിർലജ്ജം വഹാബികൾ ഇവിടെ പറയുകയാണ്. അല്ലെങ്കിലും ഏത് തത്വമാണ് വഹാബികൾക്ക് ഹദീസ് നിരൂപണ ശാസ്ത്രത്തിൽ സ്വീകാര്യമായിട്ടുള്ളത്? ഫളായിലുൽ അഅമാലിൽ അതുപോലത്തെ വിഷയങ്ങളിൽ ലഈഫ് മൗദൂ അല്ലാത്ത എല്ലാം പറ്റുമെന്ന് പറയുന്ന ആ ഒരു സംഗതി പോലും വഹാബികൾ അംഗീകരിക്കുന്നുണ്ടോ? അത് ഇത്തിഫാക്കാണോ അല്ലേ എന്നാ അവരുടെ വലിയ ബുദ്ധി രാക്ഷസന്മാർ ചർച്ച ചെയ്യുന്നത്. ഈ ഇത്തിഫാക്കട്ടെ അല്ലാത്തതാവട്ടെ, നിങ്ങളുടെ നിലപാട് എന്താണ്? മുൻഗാമികളായ ഇമാമുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ഹദീസ് സ്വഹിയായി കിട്ടണമെങ്കിൽ ആ ഹദീസിലെ എല്ലാ റാവികളും ഉഷാറാകണമെന്നല്ല, എല്ലാ റാവികളെ കുറിച്ച് എല്ലാ നുക്കാദും നിരൂപണ ശാസ്ത്രജ്ഞന്മാരും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബുഖാരിയിലോ മുസ്ലിമിലോ ഏതെങ്കിലും ഹദീസ് കിട്ടുമോ? നോക്കൂ നിങ്ങൾ, ഒരാളും പഠിപ്പിക്കാത്ത ഉസൂലുമായിട്ടാണ് എന്തെല്ലാം വിഷയത്തിലാണ് ആയത്ത് വേണ്ടത്, സ്വഹീഹായ ഹദീസ് വേണ്ടത്, ഏതെല്ലാം വിഷയത്തിൽ അത് വേണ്ടതില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഇമാമുകൾ ഇത്തരം കവിതകളും ചരിത്ര സംഭവങ്ങളും ഇവിടെ കൊണ്ടുവരുന്നത്? അതിൽ നിന്നൊരു ഹുക്മ് കണ്ടെത്തുന്നുണ്ടോ? അതിൽ നിന്നാണ് ഇത് സുന്നത്താണ് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്ന് ഇമാമുകൾ പഠിപ്പിക്കുന്നത്? ഈ രൂപത്തിലുള്ള തത്വങ്ങളോ അടിസ്ഥാന പാഠങ്ങളോ ഒന്നും അറിയില്ല. ഈ ഹദീസ്, ഈ ചരിത്ര സംഭവമോ അല്ലെങ്കിൽ ആ അറാബിയുടെ പാട്ടോ അല്ല ഇത് സുന്നത്താണെന്ന് നമ്മുടെ ഇമാമുകൾ പറയുവാനുള്ള മാനദണ്ഡം, പ്രമാണം അതല്ല. ഒന്ന് ആലോചിക്കണം നമ്മൾ. ഇരിക്കട്ടെ, ഏതായാലും അത് എല്ലാവരും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് ഹിജറ 179, ഞാൻ വായിച്ചങ്ങനെ പോവുകയാണ്. ഇമാം ഖുതുബി 222, ഇമാം നൈസാബൂരി 406, മാവർദി 450, ഖാളി അബൂ ത്വയ്യിബ് 450, ഇമാം ബൈഹഖി 458, ഇമാം റൂയാനി 502, ഇമാം ഗസ്സാലി, ഇമാം ജീലാനി, മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇമാമുകളെയും വായിച്ചു പോട്ടെ. ഇബ്നുൽ ജൗസി 597, ഇബ്നു സ്വലഹ് 643, ഇബ്നു ഖുദാമ 620, ഇമാം ഖുർത്തുബി 671, ഇബ്നുൽ അസീർ 630, ഇമാം നവവി 676, ഇബ്നു അസാക്കിർ 686, ഇമാം നസഫി 710, ഇമാം ഇബ്നു റിഫാ 710, ഇമാം ഫാക്കിഹാനി 734, ഇബ്നുൽ ഹാജ് 737, അബൂ ഹയ്യാൻ 745, ഇമാം സുബുക്കി 756, ഇബ്നു കസീർ 774, കമാലുദ്ദീൻ ദമീരി 808, മഖ്രീസി 845.
8-ാം നൂറ്റാണ്ട് വരെയുള്ള മുഴുവൻ തലമുറയിലെയും നൂറ്റാണ്ടിലെയും ഇമാമുകൾ ഈ ചരിത്ര സംഭവം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സിയാറത്ത് വേളയിൽ അത് ചൊല്ലണമെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചവരാണ്. അതിനുശേഷമുണ്ട് 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഇമാം സഖാവി, ഇമാം സുയൂത്തി, ഇബ്നു ഹൈതമി, മുല്ലാലിൽ കാരി തുടങ്ങിയിട്ടുള്ള ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവർ ഇന്നത്തെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടായി എന്തോ ആവട്ടെ, ഏതായാലും ഇദ്ദേഹം ഇവിടെ പുതിയ തൗഹീദും പുതിയ ശിർക്കുമായി കടന്നു വരുന്നതിന് മുമ്പുള്ള മുഴുവൻ നൂറ്റാണ്ടിലെയും ആളുകൾ മുഴുക്കയും ഈ ഒരു ആചാരം ഇവിടെ പുണ്യമാണ്, സുന്നത്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മൾ അറിയിക്കണം. അതിൻ്റെ പേരിൽ ഒരു ശിർക്കോ ഒരു കുഫ്റോ ഒന്നും ഈ സമുദായത്തിൽ നിന്ന് ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെ വ്യക്തമായി നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശിർക്കും കുഫ്റും കടന്നു വരുന്ന ഒരു ചെറിയ ഒരു പൊത്തോ ഒരു പഴുതോ ഉണ്ടെങ്കിൽ അതുപോലും കൃത്യമായി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അടച്ചിട്ട് തൗഹീദും ശിർക്കുമെല്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ് നമ്മുടെ ഇമാമുകളൊക്കെയും. അതിൽ കർമ്മത്തിലാവട്ടെ, വാക്കുകളിലാവട്ടെ, പ്രയോഗങ്ങളിലാവട്ടെ, വിശ്വാസത്തിലാവട്ടെ എന്താണ് പറ്റുന്നതെന്നും പറ്റാത്തതെന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അതുകൊണ്ട് തന്നെ അവരിന്ന് ഇവിടെ വിസർജിക്കുന്ന ആ ശിർക്കാരോപണത്തിൻ്റെ, കുഫ്രാരോപണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം തൗഹീദിനെ വിഭജിച്ചതാണ്. മുൻഗാമികൾ പഠിപ്പിക്കാത്ത രൂപത്തിൽ തൗഹീദിനെ വിഭജിച്ചതാണ്. ആ ഒരു സംഗതിയാണ് ആയില്ലേ ചുരുക്കട്ടെ, ആ ഒരു സംഗതിയാണ് ഇവിടെ വഹാബികളുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതുപോലെ തന്നെ കിതാബുകളിൽ തിരുമറി നടത്തുക, അതുപോലെ തന്നെ തഖ്ലീദ് നിരാസവും ഞാൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യം മാത്രം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇന്ന് നമ്മുടെ ഇമാമുകൾ രചിച്ചിട്ടുള്ള ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ അതൊക്കെ അവരുടെ കിതാബുകളായി മാറുകയാണ്. നോക്കൂ നിങ്ങൾ, ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുതൽ ഇവിടെയുള്ള ഏതെല്ലാം സുന്നികളായ ഇമാമുകൾ രചിച്ചിട്ടുള്ള കിതാബുകളുണ്ടോ അതിനൊക്കെ തഹ്കീക്ക് എന്ന് പറയുന്ന ഒരു കുൽസിത വേല തഹ്കീക്ക് നടത്തി ടിപ്പണി നടത്തിയിട്ട് അതിലൂടെ അവരുടെ വഹാബിയത്തിനെ അതിലേക്ക് കയറ്റിക്കൂട്ടുന്ന വളരെ ദാരുണമായ ഒരു രംഗം ഇന്ന് കണ്ടുവരുന്നുണ്ട്. പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇമാമുകൾ മുഴുക്കയും അവരുടെ വാദത്തിലേക്ക്, അവരുടെ സലഫിയത്തിലേക്ക്, തീമിയത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു ആരോപണം നമ്മുടെ ഇമാമുകൾക്കെതിരെ. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. നമ്മുടെ സുന്ദരമായ ഒരു സുന്നത്തിൻ്റെ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലുമുള്ള ദായികൾ, പ്രബോധകന്മാർ ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ കൃത്യമായി അതെല്ലാം രേഖപ്പെടുത്തി ഈ ഉമ്മത്തിനെ ബോധീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഈ പരിപാടിയും അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം കൃത്യമായി മനസ്സിലാക്കുവാനും വിധേയത്തിനെ മനസ്സിലാക്കി മാറ്റി നിർത്തുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. പരിപാടി അവസാനിക്കുകയാണ്. ഓറ് നിസ്കരിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ ഈ പരിപാടി ഇങ്ങനെ ആയതുകൊണ്ട് നീട്ടുപോയതാണ്. എല്ലാവരും ക്ഷമിക്കണം. ഏതായാലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു 3 വിഷയം ഇപ്പോൾ അവസാനം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മാന്യ സ്നേഹിതൻ ജാഫർ അലി മൊയ്നി നടത്തിയ അതിഗഹനവും പ്രസക്തവും പഠനാർഹവുമായ ആ വിവരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതിൻ്റെ മുമ്പ് നമ്മുടെ റഷീദ് സഖാഫി നടത്തിയ ആ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച്, അതിൻ്റെ മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട MT അബൂക്കർദാരി നടത്തിയ വിശകലനം എല്ലാം ഒന്നിന് മെച്ചമായി എന്ന് അവതാരകർ അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ പരിപാടി ഹ്രസ്വമായിപ്പോയി. ഇതൊക്കെ കുറേയും കൂടി പറയാനും പറയിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടിയിരുന്നു. പക്ഷേ ടൈമില്ലാതായിപ്പോയി. 10 മണി മുതൽ 2 മണി വരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ അറിയിക്കാനുള്ളത്, ഈ നോട്ടീസിലുള്ള എല്ലാ ആളുകളുമായി നേരിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. അതിൽ കുറേ ആൾ വരാത്തവരുണ്ട്, എന്തോ അസൗകര്യമായിരിക്കും.
വന്ദ്യനായ മുസ്തഫ അൽ ഫൈസി ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നു. അടിയന്തരമായ എന്തോ ഒരു പരിപാടിയിൽപ്പെട്ട് അദ്ദേഹം ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതോടെ വായിക്കാൻ നേരമില്ല. അദ്ദേഹം വളരെയേറെ വിഷമം പറഞ്ഞുകൊണ്ടും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ നമ്മൾ ആ നോട്ടീസിൽ കാണുന്ന എല്ലാവരെയും നേരിൽ ക്ഷണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളെയൊക്കെ അറിയിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു നല്ല സുന്നതമായത്തിനെ പ്രവർത്തകൻ, നമ്മളൊക്കെ സ്നേഹിക്കുന്ന സുന്നതമായത്തിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കുടുംബ പ്രശ്നം കോടതിയിലെത്തുകയും വളരെ വേദനയോടുകൂടി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാനും കോടതി അനുകൂലമായി വിധിയുണ്ടാവാനും പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മുണ്ടംപറമ്പ് മുഹമ്മദ് വാക്കവി അടുത്ത് നമ്മോട് വിട്ടുപിരിഞ്ഞു പോയ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകിപ്പോയി. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയും എല്ലാം കൂടി ഒരൊറ്റ ഫാത്തിയ, അത്രയും കൂടി സമയം ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിച്ചിരിക്കുക. ഒരു ഫാത്തിയ ഓതി എല്ലാറ്റിനും കണക്കെടുത്തുകൊണ്ട് നമ്മൾ മശായിഖ്മാർ, ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ബന്ധപ്പെട്ടവർ, ഇവിടെ നേരത്തെ പറഞ്ഞവർ എല്ലാവരുടെയും പരലോക മോക്ഷം കണക്കെടുത്തുകൊണ്ട് ചെറിയൊരു ദുആ നടത്തിക്കൊണ്ട് നമുക്കിവിടെ പിരിയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേഗത്തിൽ ഫാത്തിഹയും സൂറയും ഓതുക. അൽ ഫാത്തിഹ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട UK ഉസ്താദ് മുതൽക്കുള്ളതായ സകല പണ്ഡിതന്മാർക്കും അല്ലാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. പ്രായവും മറ്റുമൊന്നും വകവെക്കാതെ ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്ന് ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട UK ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വിലപ്പെട്ടതാണ് റബ്ബേ. നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുറാഹിമായ റബ്ബേ, അതുപോലെ ഇവിടെ വിവരിക്കപ്പെട്ട മുഹമ്മദ് ബാക്കവി മുണ്ടംപറമ്പ്, അദ്ദേഹം വളരെയധികം ഈ സമുദായത്തിന് വിലപ്പെട്ടതായിരുന്നു. പക്ഷേ നിൻ്റെ അലംഘനീയമായിരിക്കുന്ന വിധി അനുസരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. പാപങ്ങൾ അഖിലവും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഖബറിന് വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അതുപോലൊരു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യുന്ന കാര്യം UK ഉസ്താദ് അവറുകൾ അറിയിക്കുകയുണ്ടായി. റബ്ബേ, ആ സഹോദരൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ സ്ഥിതിഗതികളൊക്കെ എന്താണെന്നും നിനക്ക് വ്യക്തമായി അറിയുമല്ലോ തമ്പുരാനെ. റഹമുറാഹിമായ റബ്ബേ, അദ്ദേഹത്തിന് അനുകൂലമായ നിലയിലൊരു വിധി കോടതികളിൽ നിന്ന് ഉണ്ടായി. അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. നീ സലാമത്താക്കണേ തമ്പുരാനെ. നീ സലാമത്താക്കണേ റബ്ബേ. അതുപോലെ ഞങ്ങൾക്കൊക്കെയും പല ജാതി പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും
ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് നിപ്പ പോലെയുള്ളതായിരിക്കുന്ന വൈറസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരാശങ്കയുടെ നടുവിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് റബ്ബേ. അത്തരം മാരകമായിരിക്കുന്ന വൈറസ് ബാധയെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ നാട്ടിനെയും അഹ്ലുകാരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എല്ലാവിധ ഭിന്നകതകളും മറന്ന് ഒറ്റക്കെട്ടായി സമുദായത്തെ നയിക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് നീ സൃഷ്ടിച്ചു തരണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഭക്ഷണം കിട്ടാത്ത ആളുകൾ എല്ലാവരും അത് വാങ്ങിയിട്ട് മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഓൺലൈനിലുണ്ട് അതിപ്പോൾ അങ്ങനെ